അപ്പോൾ ഇതാണ് നമ്മുടെ റൊമാനിയയിലെ വീട്. റൊമാനിയയിൽ നമ്മൾ ബുക്കാറസ്റ്റിലെ വീടാണ്. നമ്മുടെ പുറകിൽ കാണുന്ന ഈ ബൃഹത്തായ കെട്ടിടം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ പ്രൗഢി വിളിച്ചോഴുന്ന ഒരു ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ റൊമാനിയയിലെ ബുക്കാറസ്റ്റ് സിറ്റിയിലാണ്. അപ്പോൾ റൊമാനിയ നമുക്കറിയാം ഒരു ഷെങ്കൻ രാജ്യമാണ്. അപ്പോൾ ഷെങ്കൻ രാജ്യത്തിലൂടെയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മൾ നേരെ ഇനി സിറ്റിയിലോട്ട് പോകാൻ പോവുകയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് റൊമാനിയയിലെ ഹൈവേയിലൂടെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രാക്കുള കാസിൽ കണ്ടു. അത് കഴിഞ്ഞ് ബ്രാൻഡ്സ് പട്ടണത്തിൽ പോയി. അവിടെ നിന്ന് നേരെ നമ്മൾ ബുക്കാറസ്റ്റ് സിറ്റിയുടെ അടുത്തായിട്ടുള്ള സ്റ്റേ ആണ് നമ്മൾ രാത്രി എത്തിച്ചേർന്നത്. ഇനി നേരെ നമ്മൾ ബുക്കാറസ്റ്റ് സിറ്റിയിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ബുക്കാറസ്റ്റ് സിറ്റി സെൻറ്ററിലാണ്. നമ്മുടെ പുറകിൽ കാണുന്നതാണ് നാഷണൽ തിയേറ്റർ ഇവിടെ. അതുപോലെ ഇവിടെ ഒരു മോണ്യുമെൻറ്റും കാണാം. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ഗ്രാൻഡ് ഹോട്ടലാണ്, ബുക്കാറസ്റ്റിലെ 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെൻറ്റർ. ഇതുണ്ടോ, എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ €1 4.8 ലവ് ആണ് വരുന്നത്. 18 ഇന്ത്യൻ രൂപയാണ് കേട്ടോ. 1989 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി വിപ്ലവം നടന്ന, റൊമാനിയൻ റവല്യൂഷൻ നടന്ന ആ ഒരു സ്ക്വയറാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഏരിയയിൽ കിടക്കുന്ന വളരെയധികം ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണിത്. നീണ്ട 18 വർഷത്തെ ഏകാധിപത്യ ഭരണം തകർന്നു തുടങ്ങിയ ഒരു സ്ക്വയറാണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായ നിക്കോള ചൗഷസ്കി ഡിസംബർ 21 ഇവിടെ വെച്ച് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രസംഗം നടത്താൻ ശ്രമിച്ചു. എന്നാൽ അത് ജനങ്ങളെല്ലാം കൂടെ തടയുകയും കൂവുകയൊക്കെ ചെയ്തു. പിന്നീട് പുള്ളിയെ പിടിക്കപ്പെടുകയും അതുപോലെ പിന്നീട് വധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സ്ക്വയർ ശരിക്കും ഒരു വിപ്ലവം നടന്ന ഒരു ധൈര്യത്തിൻ്റെയും അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ പുറകിൽ കാണുന്നതാണ് റോമൻ അത്തേനിയം. ഇത് ശരിക്കും നിയോ ക്ലാസിക്കൽ ശൈലിയിൽ പണി ചെയ്ത റോമൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ശരിക്കും വളരെ മനോഹരമായ ഒരു ആർക്കിടെക്ചറാണ്. ഇവിടെ നോക്കിയാൽ വളരെ ഉയരത്തിൽ റൗണ്ട് ഷേപ്ഡായിട്ടുള്ള തൂണുകൾ കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ധാരാളം പെയിൻറ്റിങ്സ് ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് മ്യൂസിക് കൺസേർട്ട്സൊക്കെ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവം കൊള്ളാമല്ലേ. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഉച്ച കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അടുത്ത റോഡ് ക്രോസ് ചെയ്ത് ഒരു മെട്രോയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കഴിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇതൊരു ബേക്കറിയാണ് കേട്ടോ. കണ്ട പലതരത്തിലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ബർഗർ, ഇതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും സ്വീറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ആൾക്കാർ കഴിക്കുന്നതെന്നാണ് മനസ്സിലായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റൊമേനിയയിലെ സാധാരണക്കാർ കഴിക്കുന്ന ഒരു ഷോപ്പിലാണ്. ഇവിടെ പല സാധനങ്ങളും കിട്ടും. നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഐറ്റം. ഒരു ബ്രെഡിൻ്റെ അകത്തൊരു സോസേജ് വെച്ചാണ്. പുതുമയുള്ള ഒരു ടേസ്റ്റാണ്, കൊള്ളാം. അപ്പോൾ അടുത്ത് നമ്മളൊരു മെട്രോ യാത്ര ചെയ്യാൻ പോവുകയാണ് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ. ഇത് M2 മെട്രോ ലൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിയാറ്റ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഇനി നേരെ നമ്മൾ പോകുന്നത് പാർലമെൻറ്റിലോട്ടാണ്. പാലസ് ഓഫ് ദ പാർലമെൻറ്റ് കാണാനാണ് പോകുന്നത്. നമ്മുടെ പുറകിൽ കാണുന്ന ഈ ബൃഹത്തായ കെട്ടിടം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ പ്രൗഢി വിളിച്ചോഴുന്ന ഒരു മഹത്തായ ഒരു ആർക്കിടെക്ചറാണ്. ഈ ഒരു പാലസ് നിക്കോൾ ചൗഷസ്കിയുടെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇതിൽ 1100 മുറികളാണ് ഉള്ളിൽ ഉള്ളത്. ലോകത്തിലെ വെച്ച് ഏറ്റവും വലുതും എന്നാലിത് വിവാദപൂർണവുമായ ഒരു കൊട്ടാരമെന്നാണ് അറിയപ്പെടുന്നത്. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് നഗരത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ഒരു പാലസ് ഓഫ് പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. പെൻറ്റഗൺ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണസംബന്ധമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്ന പാലസ് ഓഫ് ദ പാർലമെൻറ്റ്. ഡിക്റ്റേറ്റർ നിക്കോള ചൗഷസ്കിയുടെ ആജ്ഞപ്രകാരമാണ് ഈ ഒരു കൊട്ടാരം $3 ബില്യൺ, അതായത് ഏകദേശം 21,000 കോടി രൂപയ്ക്ക് നിർമ്മിച്ചത്. ഇതിനായിട്ട് 20,000 തൊഴിലാളികൾ പ്രയത്നിക്കുകയുണ്ടായി.
അതുപോലെ നമുക്കറിയാം 1100 മുറികളാണ് ഈ ഒരു കെട്ടിടത്തിന് ഉള്ളത്. 1 ദശലക്ഷം ടൺ മാർബിൾ ക്രിസ്റ്റലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു കൊട്ടാരമാണ് നമ്മൾ ഈ കാണുന്ന വളരെ പ്രശസ്തമായ പാലസ് ഓഫ് പാർലമെൻറ്റ്. ഇത്തരത്തിലുള്ള മഹത്തായ കാര്യങ്ങൾ ഈ ഒരു പാലസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിലും 30,000 കുടുംബങ്ങളുടെ വീട് തകർത്ത് ക്രൂരമായിട്ട് ആണ് ഈ ഒരു പാലസ് നിർമ്മിച്ചതെന്നാണ് മറ്റൊരു സൈഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബുക്കാറസ്റ്റിലെ ഓൾഡ് ടൗണിലാണ്. കിടിലം വൈബാണ് കേട്ടോ. ഈ ഒരു ഓൾഡ് ടൗണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ സുവനീർ ഷോപ്പ് നമുക്ക് കാണാം ഒരു സൈഡിൽ. ഇവിടെയാണെങ്കിൽ കിടിലം റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. അങ്ങോട്ട് മൊത്തം റെസ്റ്റോറൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബുക്കാറസ്റ്റിൻ്റെ നോർത്തേൺ സൈഡായ പിപ്പേര എന്ന് പറയുന്ന ടൗണിലൂടെയാണ്. അപ്പോൾ ഇവിടെയാണ് ഒട്ടുമിക്ക എല്ലാ IT കമ്പനീസും ഉള്ളത്. ഒറാക്കിൾ, HP, അതുപോലെ IBM, മൈക്രോസോഫ്റ്റ് എല്ലാം ഇവിടെ, ഈ ഒരു കമ്പനീസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സൈഡാണെന്ന് നമുക്ക് മനസ്സിലാകാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബിരിയാണിയും പിന്നെ കുറച്ച് നാനും മറ്റ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഈ ഒരു ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ കുറേയധികം IT കമ്പനീസൊക്കെ ഉള്ള ഒരു ഡെവലപ്ഡ് ഏരിയ ആണ്. അതിൻ്റെ പുറത്തുള്ള പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇതാണ് ബിരിയാണി. ഇതെനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ബിരിയാണിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഒരംഗം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം കഴിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് പാഴ്സലിങ്ങും പറഞ്ഞു. പൊതുവേ കഴിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട്. ഇവിടെ അത് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ റൊമാനിയയിലെ വീട്. റൊമാനിയയിൽ നമ്മൾ ബുക്കാറസ്റ്റിലെ വീടാണിത്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാസ വിക്ടോറിയ എന്നാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ബുക്കാറസ്റ്റ് എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ. ഇത് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. ഇവിടെ ഒരു പട്ടിനെ ഞാൻ പേടിച്ചു ആദ്യം. അതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ട് മണത്തു. പിന്നെ അത് പോയി. പട്ടി ഒന്നും ചെയ്തില്ല അല്ലേ? നല്ല ഫ്രണ്ട്ലി ആണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു പട്ടി വന്ന് കടിക്കുന്നു. കണ്ടാ ഭയങ്കര ഭീകരനാണെന്ന് തോന്നുന്നു അല്ലേ? കൊടും ഭീകരനാണെന്ന് തോന്നുന്നു. പക്ഷെ പാവമാണ് അല്ലേ? അതെ, മൊത്തം കിളികളാണല്ലോ അല്ലേ? ലവ് ബേർഡ്സ് ആണ്. ഇതുപോലത്തെ ഒരു വീട് ബുക്കാറസ്റ്റ് സിറ്റിക്കുള്ളിലാണെങ്കിൽ ഏകദേശം 300 യൂറോയൊക്കെ വരും. ഇതിപ്പം എയർപോർട്ടിന് അടുത്ത്, വളരെ അടുത്തായതുകൊണ്ടാണ്. എന്നാൽ പുറത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ 150 യൂറോയ്ക്കൊക്കെ നമുക്ക് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഓക്കെ, ഇതൊരു വലിയ റൂമാണ്. ഇത് ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു വിൻഡോ ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ചെറിയ കുറച്ച് ടേബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു വാർഡ്രോബ് ഉണ്ട്. നമുക്ക് തുണിയൊക്കെ ഇവിടെ വയ്ക്കാം. പിന്നെ ഒരു TV ഉണ്ട്. ഇവിടെ ഹീറ്റർ ഉണ്ട്. അവിടെ AC ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാത്റൂം കേട്ടോ. ഇത് വളരെ ചെറുതാണ്, എന്നാൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ്. ഇതുണ്ടോ, നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കുളിക്കുന്ന ഒരു ഷവർ സ്പേസ് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ വണ്ടി നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. സക്സസ്ഫുള്ളി നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നു. നമ്മൾ യൂറോപ്പക്കാരനെ തിരിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി പോവാണ്. നാളെ നമ്മളെ എയർപോർട്ടിനടുത്തുള്ള സ്റ്റേയിൽ നിന്ന് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് നടന്നു വരും. രാവിലെയാണ് ഫ്ലൈറ്റ്. ഏകദേശം 4 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.